അങ്ങനെ കെ.എസ്.ആർ.ടി.സിയുമായിട്ട് ചേർന്ന് പാലോട് നിന്നും പരുന്തുംപാറയിലേക്ക് നടത്തുന്ന ബഡ്ജറ്റ് യാത്രയുടെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആദർശ് ബിജി. വെൽക്കം ടു 90s കിഡ് ഒഫീഷ്യൽ. പുനലൂരിലെ തൂക്കുപാലമൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ യാത്രയെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയുടെ ആദ്യ സ്റ്റോപ്പായ പുനലൂരിൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് ചാർജായി. അപ്പോഴേക്കും ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുമായി വരുന്നതാണ് കണ്ടത്. പിന്നെ ആസ്വദിക്കാൻ കഴിഞ്ഞത് ഇത്രയും നാളും യാത്ര ചെയ്തതിൽ വെച്ച് മനോഹരമായ നിമിഷങ്ങളായിരുന്നു. ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്ന് വരുന്ന താളത്തിനനുസരിച്ച് ഡാൻസ് കളിച്ചും PSC ചോദ്യങ്ങൾ ചോദിച്ചും കടങ്കഥകൾ പറഞ്ഞും ബസ് അങ്ങനെ പത്തനാപുരവും കോന്നിയും റാന്നിയും ഒക്കെ കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്നത്തെ പ്രഭാത ഭക്ഷണം. മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തത് പ്രകാരം സീറ്റുകളെല്ലാം യഥാക്രമം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് നിർത്തിയ പ്രകാരം ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി സീറ്റിലേക്ക് ചെന്നിരുന്ന് ചൂട് മസാല ദോശയും സ്ട്രോങ് ടീയും ഓർഡർ ചെയ്തു വെയിറ്റ് ചെയ്തിരുന്നു. മുന്നേ ഈ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചവർ നമ്മോടൊപ്പം ഈ യാത്രയിലുണ്ട്. ഇവിടുത്തെ ഫുഡിനെ പറ്റിയും സർവീസിനെ പറ്റിയും വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പറയുന്ന പടി തന്നെയാണ് ഇവരുടെ ഫുഡും ഇവിടുത്തെ സർവീസും. അങ്ങനെ മിനിറ്റുകൾക്കകം ഓർഡർ ചെയ്ത മസാല ദോശയും സ്ട്രോങ് ചായയും എത്തി. പ്രഭാത ഭക്ഷണത്തിനായി മസാല ദോശ കിട്ടുക എന്നത് മഹാഭാഗ്യമായി കരുതുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ തന്നെ മസാല ദോശ ആസ്വദിച്ച് കഴിച്ച് ചായയും കുടിച്ച് അവിടെ നിന്നിറങ്ങി. അപ്പോഴേക്കും മറ്റെല്ലാവരും തന്നെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി യാത്രയുടെ സ്മരണയ്ക്കായി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു. അതിനിടയിൽ കാണാൻ പോകുന്ന കാഴ്ചകളെപ്പറ്റി ഡ്രൈവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങളെല്ലാവരും. ഇനി KSRTCയുടെ ബഡ്ജറ്റ് യാത്ര എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലോട്ട് കുറഞ്ഞ ചെലവിൽ KSRTC ചാർട്ട് ചെയ്യുന്ന ട്രിപ്പുകളെയാണ് KSRTCയുടെ ബഡ്ജറ്റ് യാത്രകളെന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പാക്കേജസ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ യാത്രയുടെ പ്രധാന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥലങ്ങൾ കാണുക മാത്രമല്ല, ആ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും പുതിയ അറിവുകളും ഒക്കെ നമുക്ക് ഈ യാത്രയിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. മുട്ടം കാഞ്ഞാർ പുള്ളിക്കാനം റൂട്ടിലൂടെയാണ് വാഗമണിലേക്കുള്ള യാത്ര ഇപ്പോൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വ്യൂ പോയിന്റുകൾ നിറഞ്ഞൊരു റൂട്ടാണിത്. മഴക്കാലത്താണ് നിങ്ങൾ ഈ വഴി വരുന്നതെന്നുണ്ടെങ്കിൽ പച്ചപ്പണിഞ്ഞ തേയിലത്തോട്ടങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കിലോമീറ്ററുകൾ കഴിഞ്ഞ് വാഗമണിലേക്ക് പോകുന്ന റൂട്ടിലെ നെല്ലിക്കൽ വ്യൂ പോയിന്റ് എന്നറിയപ്പെടുന്ന വ്യൂ പോയിന്റിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നോക്കിയാൽ മൂലമറ്റം പവർ ഹൗസും പവർ ഹൗസിൻ്റെ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വ്യൂ പോയിന്റ് എല്ലാം കണ്ട് വ്യൂ പോയിന്റിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലും ഡ്രോണിലും പകർത്തി ഞങ്ങൾ മുന്നോട്ടേക്കുള്ള യാത്ര തുടങ്ങി. ജോസഫും ദൃശ്യവും പോലുള്ള വമ്പൻ ഹിറ്റായ പല മലയാള സിനിമകളുടെയും ലൊക്കേഷനായ സ്ഥലങ്ങളിലൂടെയാണ് ബസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞാർ പുള്ളിക്കാനം റൂട്ടിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ബസ് അങ്ങനെ വാഗമണിലേക്ക് എത്തിയിരിക്കുകയാണ്. വാഗമൺ ടീയിലേക്കാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. വാഗമണിലേക്ക് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ടൂറിസ്റ്റുകൾ അധികമാരും എത്താത്തൊരു സ്ഥലം കൂടിയാണിവിടം. ഓഫ് റോഡ് പ്രേമികൾക്ക് വേണ്ടി മഹീന്ദ്രയും JK ടയേഴ്സും പോലുള്ള വമ്പൻ കമ്പനികൾ എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള ഓഫ് റോഡ് കാർണിവൽസിൻ്റെ ബോർഡുകൾ നമുക്കിവിടെ കാണാം.
ഈ ടീ ലേക്കിനു സമീപത്തായാണ് ആ ഓഫ് റോഡ് ട്രാക്കുകൾ. പെഡൽ ബോട്ടിംഗ് ആണ് ഈ ടീ ലേക്കിലെ പ്രധാന ആകർഷണം. ഫോട്ടോഷൂട്ടിന് അനുയോജ്യമായ ഒരു പ്രകൃതി നമുക്കിവിടെ കാണാൻ സാധിക്കും.